എന്തിനാണ് ഇപ്പൊ നിനക്ക് എന്നെ കൊന്നിട്ട് എന്ത് ചെയ്യാനാണ്? അത് ഷാജി ചോദിച്ചു. ഇപ്പൊ എടാ നീ സുരേഷ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, എന്നെ കൊല്ലാൻ പറ്റൂല എന്നുള്ളത് ഞാൻ ചിന്തിക്കണം, അതെന്റെ പവറാണ്. പക്ഷെ എന്നെ കൊന്നിട്ട് നീക്ക് എന്ത് ചെയ്യാനാണ്? ഇപ്പൊ തമിഴ് ഷാജിനെ കൊന്നിട്ട് തമിഴ് ഷാജിനെക്കാട് വലിയ ആളാവും എന്നാണ് എല്ലാവരും ചിന്ത. അവിടെ അല്ലടാ അണത്തുള്ളത്. എന്റെ പോലെ ആകണം എന്നുണ്ടെങ്കിൽ എന്നെ പോലെ പടവരുതി വാ, അന്നിട്ട് എന്റെ മുമ്പിലേക്ക്. അല്ലാണ്ട് എളുപ്പത്തിൽ വന്നിട്ട് നേതാവിനെ കൊന്നിട്ട് ആ നേതൃസ്ഥാനം എടുക്കാനാണോ നീക്ക് ഉദ്ദേശിക്കണേ? അങ്ങനെയൊന്നും അല്ല. ദൈവത്തിലേക്ക് വിശ്വസിക്കുക. പുള്ളി ആ ഒരു മൈൻഡിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ ബഹുമാനം വന്നു, സത്യമായിട്ടും വന്നു. ആ ബഹുമാനം ഇന്നും ഞാൻ കാത്തു സൂക്ഷിക്കണം. അല്ല നിങ്ങൾ എന്നിട്ട് പിന്നെ ബായ് നസറിനോട് നിന്നുകൊണ്ടാണ് തമ്മനം ഷാജിനോട് കൂടാതിരുന്നേനാ? അല്ല, ആ സമയത്ത് പുള്ളി ഇത് പരിപാടിയൊക്കെ നിർത്തി. തമ്മൻ ഷാജി നിർത്തി പരിപാടി, രാഷ്ട്രീയ പാർട്ടി പുള്ളി എല്ലാം നിർത്തി, എല്ലാം നിർത്തി. ഈ മറ്റേ ഈ ഹോട്ടലുകളുടെ കൺട്രോളൊക്കെ എല്ലാം നിർത്തി പുള്ളി മറ്റേ പുള്ളിക്ക് സ്വത്തുണ്ടായപ്പോഴത്തേക്ക് അത്യാവശ്യം. അതായത് പുള്ളിക്ക് സംഘടനകളായിട്ടും പള്ളിയായിട്ടൊക്കെ നല്ല ബന്ധമായതുകൊണ്ട്. ക്രിസ്ത്യനാണോ? അല്ല, മുസ്ലിം. തമ്മൻ ഷാജി. അതുകൊണ്ട് പുള്ളിക്ക് ആ രീതിയിലുള്ള സാമ്പത്തികവും സഹായവും എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി ആ കറക്റ്റ് സമയത്ത് പുള്ളി പതിയെ അങ്ങോട്ട് മാറി. പക്ഷെ മറ്റുള്ളവർക്ക് ഇത് തന്നെയാണ് ബിസിനസ് ആയതുകൊണ്ട് അവർ അത് തന്നെ നിന്നു. അവസാനിപ്പിച്ചു 2003. പക്ഷെ ഷാജിയെ കൊല്ലാനൊന്നും ആരും വന്നില്ല. പിന്നീട് പഴയ ശത്രുക്കളൊക്കെ തിരിച്ചില്ല. അപ്പൊ സുരേഷ് പോയി. പിന്നെ പുള്ളീനെ അവിടുത്തെ രാഷ്ട്രീയമായിട്ട് എന്തോ വിഷയം. അല്ല, അപ്പൊ പിന്നെ അവിടെ ബായ് നസീർ മാത്രമായോ? ബായ് നസീർ മാത്രം. നിങ്ങളും ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഈ സംഘത്തിന്റെ അറിയപ്പെടുന്ന ആളായി മാറിയോ? ഇല്ല, ഞാൻ ആ സമയത്ത് ഞാൻ നസീറിന്റെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ വന്നു പോണതുകൊണ്ട് നമ്മൾ വരുമ്പോ നസീറിന്റെ മെയിൻ ആള് എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ തമ്മിൽ വലിയ അത്ര ഇതൊന്നുമില്ല. ഞാൻ അയാളെന്നെ വളർത്തിക്കൊണ്ടുന്ന ഒരാളല്ല. ഞാൻ സ്വാഭാവികമായിട്ട് വളർന്നു വന്നപ്പോൾ എനിക്കും ആവശ്യം, അവനും എന്നെ കൊണ്ട് ആവശ്യമായിരുന്നു.